എല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ. വിശ്വാസം. പരിശുദ്ധ അമ്മയുടെ വിശ്വസിച്ചവൾ മറിയം, വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ശക്തമായ ഒരു പ്രബോധനമാണ് നമുക്ക് കിട്ടിയത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ടത്. അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മാതാവ് മംഗളവാർത്ത കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുമ്പ് എപ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് ഇന്നലെ പഠിച്ച വളരെ പ്രധാന കാര്യം. ഒന്ന് വിശ്വാസം, രണ്ട് പ്രാർത്ഥന. മാതാവിൻ്റെ പ്രാർത്ഥന. എന്താ മാതാവിൻ്റെ പ്രാർത്ഥന? അങ്ങയുടെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. രണ്ടാമത് മാതാവിൻ്റെ വിശ്വാസം. മാതാവ് പുത്രൻ ഈശോ മിശിഹായെ ഗർഭത്തിൽ വഹിക്കുമ്പോൾ ആ ഗർഭധാരണത്തേക്കാൾ, ആ ഗർഭത്തിൽ വസിക്കുന്ന അവസ്ഥയേക്കാൾ, അതുകൊണ്ടല്ല, മറിച്ച് ആ പുത്രനിലുള്ള വിശ്വാസമാണ് പ്രധാനമുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നു. എന്നാൽ ആ ഈശോയെ, ദൈവപുത്രനായ ഉയർത്തെഴുന്നേറ്റവനായ ഈശോയെ നമ്മൾ സ്വീകരിക്കുന്നു. ആ ഈശോ നമ്മുടെ ആത്മാവിൽ വരുന്നു. എന്നാൽ എത്രത്തോളം നമ്മൾ ആ ഈശോയുടെ സർവാധീത ശക്തിയിൽ വിശ്വസിക്കുന്നു. നമ്മൾ തുടർന്ന് 149 ഖണ്ഡികയിലാണ്. CCC 149 ഖണ്ഡിക, പേജ് 41. തൻ്റെ ജീവിതകാലം മുഴുവനും, വീണ്ടും മാതാവിനെ കുറിച്ച് തന്നെയാണ് ഈ ഖണ്ഡിക കൂടി. തൻ്റെ ജീവിതകാലം മുഴുവനും പുത്രനായ യേശു കുരിശിൽ മരിച്ചപ്പോഴുണ്ടായ അവസാന പരീക്ഷണ ഘട്ടത്തിലും മറിയത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. ദൈവവചനം നിറവേറും എന്ന വിശ്വാസം മറിയം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു. അതാണ്, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. നമ്മൾ വിചാരിക്കാത്ത സമയത്തും അല്ലെങ്കിൽ കർത്താവ് അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ഭയാനകമായ വെല്ലുവിളികൾ നമുക്കുണ്ടാകും. ഇവിടെ പറയുന്നത്, പുത്രനായ യേശു കുരിശിൽ മരിച്ചപ്പോഴുണ്ടായ അവസാന പരീക്ഷണ ഘട്ടം, അതാണ് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കയറും എന്ന ആ ശിമയോൻ അന്ന് ദേവാലയത്തിൽ വെച്ച് പറഞ്ഞ ആ പ്രവചനമാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ, ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ, താൻ പെറ്റ് വളർത്തിയ മകനെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതൊന്ന് കാണുക എന്നത് അസഹ്യമാണ്. നമ്മൾ മക്കളെ സ്കൂളിൽ ടീച്ചർമാർ അടിച്ചാൽ തന്നെ നമ്മൾ പോയി സമാധാനം ചോദിക്കും, എന്തിനാ എൻ്റെ കൊച്ചിനെ അടിച്ചത്? ഒരമ്മയ്ക്ക് ആ കുഞ്ഞിനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് ഉപദ്രവിക്കുന്നത് കാണാനുള്ള കരുത്തുണ്ടോ? എന്നാൽ ഇവിടെ ഒരമ്മ ആ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്വന്തം പുത്രനെ അതിഭയാനകമായ രീതിയിൽ കുരിശിൽ തറച്ച് കൊല്ലുന്നത് കണ്ടു നിന്ന ധീരതയാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്. പ്രകൃതി പ്രതികരിച്ചു. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടു, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, പ്രേതാലയങ്ങൾ തുറന്നു. എന്നാൽ കുലുങ്ങാതെ ധൈര്യപൂർവം അങ്ങയുടെ വചനം, അങ്ങ് അരുളി ചെയ്തതാണ്, ഇതെല്ലാം പൂർത്തിയാകണം. അതാണ് വിശ്വാസം പരീക്ഷണത്തിലൂടെ കടന്നു വന്നത്.
ഒരുപക്ഷെ ആ സമയത്ത് അമ്മയുടെ ഹൃദയത്തിൽ എന്തായിരുന്നിരിക്കാം? ഭയാനകമായ വേദന തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ അതേസമയം നിരവധി വചനങ്ങളാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദേവാലയം നിങ്ങൾ നശിപ്പിക്കുവിൻ, എന്നാൽ 3 ദിവസം കൊണ്ട് ഞാനത് പണിതുയർത്തും. അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർക്കും. അപ്പോൾ ഈ ഭയാനകമായ ആ പരീക്ഷണത്തെ അതിജീവിച്ചപ്പോഴാണ് സഭ തന്നെ സഭയ്ക്ക് വിശ്വാസത്തിൻ്റെ ഒരമ്മയായിട്ട് നമുക്ക് കിട്ടുന്നത്. അമ്മേ ഉണ്ടോ, ആ കുരിശിൽ കിടന്ന് പ്രാണപീഡയിൽ പിടയുമ്പോൾ സ്വന്തം അമ്മയെ നമുക്ക് തരികയാണ്. ഇതാണ് നിൻ്റെ അമ്മ, ഇനി എൻ്റെ അമ്മ നിൻ്റെ അമ്മയായി. അപ്പോൾ ഇവിടെ ആത്മീയമായ വലിയ രഹസ്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതാണ്: ദ ഹീറോയിക് ഫെയ്ത്ത്. വീരോചിതമായ ഒരു വിശ്വാസമാണ്, വീരോചിതമായ വിശ്വാസം. അവിടെ പല കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ എടുക്കാനുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെ അമ്മ, സഭയുടെ അമ്മ. സഭ ആരംഭിക്കുന്നത് ഏത് തരത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ്? സ്വന്തം മകനെ ഇതുപോലെ കുരിശിൽ തറച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കാൻ ഉള്ള വീര്യം, ധൈര്യമുള്ള ഒരു വിശ്വാസം. അതാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവങ്ങളുണ്ടാവും. നമ്മളുടെ തൊട്ടടുത്ത ബന്ധുക്കളും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഭർത്താവ്, ഭാര്യ, അപ്പൻ, അമ്മ എല്ലാം നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് എന്ത് ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ തെറി വിളിക്കുന്നതിലല്ല വിശ്വാസം, ദൈവത്തെ പഴിക്കുന്നതിലുമല്ല വിശ്വാസം. ദൈവം അറിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതും കടന്നു പോകും, ഇതെല്ലാം കടന്നു പോകും, ഇതെല്ലാത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്ന് വിശ്വാസം തന്നെ നമ്മൾ മുറുക്കെ പിടിക്കുന്നതിലാണ് നമ്മുടെ വിജയം. നമ്മളവിടെ പൊട്ടിത്തെറിക്കുകയും ബഹളമുണ്ടാക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചെയ്തു പോയേക്കും. എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ആശ്വസിക്കണം, കർത്താവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനവും മൂലകാരണവും കർത്താവാണ്. പരിശുദ്ധ മറിയം ജീവിതത്തിൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ ആശ്വാസത്തിൻ്റെ ആവശ്യം. അതാണ് തൻ്റെ ജീവിതകാലം മുഴുവനും പുത്രനായ യേശു കുരിശിൽ മരിച്ചപ്പോഴുണ്ടായ അവസാന പരീക്ഷണ ഘട്ടത്തിലും ജീവിതകാലം മുഴുവനും മറിയത്തിന് ഭയാനകമായ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. ഉണ്ണി ജനിക്കുന്ന സമയത്ത് ബത്ലഹേമിലേക്ക് വരുന്നു. ഇതാ അവിടെ കുഞ്ഞിനെ പ്രസവ സമയമായപ്പോൾ പ്രസവിക്കാൻ സ്ഥലമില്ല, ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയുന്നു. രാത്രി കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടുന്നു. ഇവിടെ ഒരു മുറുമുറുപ്പും കൂടാതെ അമ്മ വളരെ ശാന്തതയോടെ, ഒരു പ്രക്ഷുബ്ധമാകാതെ, ഒരു ബഹളമുണ്ടാക്കാതെ, എന്ത് കർത്താവാണ് ഈ കുഞ്ഞിനെ വിട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറയാതെ. അപ്പോൾ ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു വലിയ രഹസ്യം നമ്മൾ വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ടത്. മറിയത്തിൻ്റെ വിശ്വാസം അചഞ്ചലമായൊരു ഹൃദയം എനിക്ക് നൽകണേ. സങ്കീർത്തനത്തിലൊക്കെ പാടുന്നതാണ് ആ അചഞ്ചലത. ദൈവവചനം നിറവേറുമെന്ന വിശ്വാസം മറിയം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. അപ്പോൾ ഈ പഴയ നിയമത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നതും നമ്മുടെ ഏഷ്യായിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പീഡാനുഭവത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതെല്ലാം സംഭവിക്കുമെന്ന് മറിയത്തിന് നല്ല വിശ്വാസമായിരുന്നു.
ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു. അപ്പോൾ നമ്മൾ മറിയത്തോടുള്ള ഭക്തിയിൽ നമ്മൾക്കുണ്ടാകേണ്ട പ്രധാന ഒരു പോയിന്റ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇനി നമ്മൾ തുടർന്ന് ഇതിൻ്റെ സൈഡിലുള്ള 3 പാരഗ്രാഫുകൾ, ഒന്ന് 969, 507, 829. 969 കൃപാവര ക്രമത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം. മംഗളവാർത്തയുടെ സമയത്ത് അവൾ വിശ്വസ്തതാപൂർവം നൽകിയതും കുരിശിൻ്റെ കീഴിൽ അചഞ്ചലമായി നിലനിർത്തിയതുമായ സമ്മതം മൂലം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. അതാണ് കൃപാവര ക്രമത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം. അവൾ നമ്മുടെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്. ഈശോയുടെ അമ്മ മാത്രമല്ല, അവൾ നമ്മുടെ അമ്മയാണ്. അതാണ് കൃപാവരക്രമത്തിലുള്ള മറിയത്തിൻ്റെ ഈ മാതൃത്വം. മംഗളവാർത്തയുടെ സമയത്ത് അവൾ വിശ്വസ്തതാപൂർവം നൽകിയതും കുരിശിൻ്റെ കീഴിൽ, കണ്ടോ, ഇതാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ അമ്മയെ നമുക്ക് തരികയാണ്. വിശ്വാസത്തിൻ്റെ വീരോചിതമായ ഒരവസ്ഥയാണ്. കുരിശിൻ്റെ കീഴിൽ അചഞ്ചലമായി നിലനിർത്തിയതുമായ സമ്മതം മൂലം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. ശാശ്വതമായ പൂർത്തീകരണം വരെ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രക്ഷാകരമായ ദൗത്യം അവൾ മാറ്റിവെച്ചില്ല. നമുക്ക് നിത്യരക്ഷയ്ക്കാവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയിൽ പരിശുദ്ധ കന്യകയെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ ബഹുമതി പേരുകളിൽ വിളിച്ചപേക്ഷിക്കുന്നു. ലൂമൻറ്റെൻഷ്യം. ഇനി നമുക്ക് 507 നമ്മൾ 506 2 ദിവസം മുമ്പ് ഇന്നലെ പഠിച്ചതാണ്. 507 ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം. കണ്ടോ, ആ വാക്കിൽ തന്നെ എന്തോ ഒരു വലിയ രഹസ്യമാണ്. കന്യകയാണ്, അതേ സമയത്ത് മാതാവാണ്. സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു. വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിക്കുക മൂലം, സഭ തന്നെ തീർച്ചയായും ഒരമ്മയായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ്, സഭ ഒരമ്മയാണ്. വളരെ പ്രസിദ്ധമായ മാർപ്പാപ്പയുടെ ഒരു ശൈലി ഇതാണ്. സഭ ഒരു ബേബി സിറ്റർ അല്ല. ഒരു ബേബി സിറ്റർ കുഞ്ഞിനെ ഉറക്കാൻ പാട്ടുപാടി ഉറക്കുന്നു, എന്നാൽ കുഞ്ഞിനെ ജന്മം നൽകുന്നു. അതാണ്, സഭ ഒരമ്മയാണ്. അപ്പോൾ അതിവിടെ വിശ്വാസപൂർവം ദൈവവചനം സ്വീകരിക്കുക മൂലം, അതാണ് ദൈവവചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അത് മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും നമ്മളെല്ലാവരും അതിൻ്റെ വിശ്വാസം മൂലം അതിനെ സഹകരിക്കേണ്ടതാണെന്നുമുള്ള ബോധ്യത്തിലാണ് ദൈവവചനം നമ്മൾ സ്വീകരിക്കേണ്ടത്. സഭ തന്നെ തീർച്ചയായും ഒരമ്മയായിത്തീരുന്നു. സുവിശേഷ പ്രഘോഷണവും മാമോദീസ വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി, കണ്ടോ, മാമോദീസായും വഴി, സുവിശേഷ പ്രഘോഷണവും മാമോദീസായും വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക്
അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. നമ്മൾ സുവിശേഷ പ്രഘോഷണവും മാമോദീസായും വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക് അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭത്തിൽ പ്രവർത്തിച്ച പോലെ നമ്മുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക് അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. തൻ്റെ പ്രിയ മണവാളന് അവൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലും അവികലതയിലും കാത്തു സൂക്ഷിക്കുന്ന സഭയും കന്യകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് 829 ഖണ്ഡികയാണ്. 829. സഭ പരിശുദ്ധ കന്യകാമറിയത്തിൽ പരിപൂർണതയിലെത്തുന്ന വഴി കറയോ ചുളിവോ ഇല്ലാതെ നിലനിൽക്കുന്നു. സഭ പരിശുദ്ധ കന്യകാമറിയത്തിൽ പരിപൂർണതയിലെത്തിയത് വഴി, അതാണ് സഭ പരിശുദ്ധ കന്യകാമറിയത്തിൽ പരിപൂർണതയിലെത്തിയത് വഴി കറയോ ചുളിവോ ഇല്ലാതെ നിലനിൽക്കുന്നു. ഇതാണ് സഭയുടെ ഒരു വശം. പക്ഷേ മറുവശം, വിശ്വാസികൾ ഇപ്പോഴും പാവത്തെ കീഴടക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും വേണ്ടി പരിശ്രമിക്കുകയും തങ്ങളുടെ കണ്ണുകളെ മറിയത്തിലേക്ക് തിരിക്കുകയും ചെയ്യുന്നു. 306 ലൂമൻ ജൻഷ്യം, എഫേസ്യസ് 5:26. സഭ അവളിൽ സമ്പൂർണ്ണ വിശുദ്ധയായി കഴിയുന്നു. സഭ അവളിൽ സമ്പൂർണ്ണ വിശുദ്ധയായി കഴിയുന്നു. അപ്പോൾ നമുക്കറിയാം, സഭ വിശ്വാസിയുടെ സമൂഹം വിശുദ്ധരുടെയും അശുദ്ധരുടെയും കൂട്ടായ്മയാണ്. നമ്മൾ അശുദ്ധരായി കാണുന്നവരെ വിശുദ്ധരായവർ വെല്ലുവിളിയോടെ അവരെ നേടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനി പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയോടൊപ്പമുള്ള മറ്റനേകം വിശുദ്ധരെല്ലാവരും സഭയിലുള്ള മറ്റ് ഗണങ്ങളെല്ലാം വിശുദ്ധിയിലേക്ക് വളർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് 148 ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ 149 ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ 3 തലങ്ങളാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഞാൻ ആരിലാണ് വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയതാണ്. 2 തിമോത്തി 1:12. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. 150. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അതാണ് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. കണ്ടോ, ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം, ദൈവത്തിൽ മാത്രം. നമ്മുടെ സങ്കീർത്തനം പറയുക കൂടി ചെയ്തതാണ്. ദൈവത്തിൽ മാത്രമാണ് എനിക്കാശ്വാസം, അവിടെന്നാണ്. സംഗീതത്തിന് 62. ഓക്കെ, അപ്പോൾ 150 ഖണ്ഡികയിൽ വായിക്കുകയാണ്. വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ഒരു പേഴ്സണൽ ഇൻറ്റിമസി. അതാണ് നിന്നിൽ ഞാൻ എന്നിൽ നീ. അങ്ങനെ സൗത്താപ്പൂസ നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ പഠിച്ചതാണ്. സൗത്താപ്പൂസ അതാണ് നമ്മൾ കുർബാന ആരംഭിക്കുമ്പോഴും
കുർബാനയിൽ പല പ്രാവശ്യവും പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹായുടെ ആ ഡോക്സോളജി, യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മളെല്ലാവരോടും കൂടെ. ആ വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ദൈവം എവിടെയോ ഇരിക്കുന്ന ഒരു തത്വമല്ല. ഈസ് നോട്ട് എ ഫിലോസഫി, നോട്ട് എ മിത്തോളജി. ഹീ ഈസ് എ പേഴ്സൺ. ജീസസ് ക്രൈസ്റ്റ്, ഇൻ ഹിം ദ ഹോളി ട്രിനിറ്റി ഡ്വെൽസ് ഇൻ us. ആ നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. അപ്പോൾ വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അതേസമയം അനിവാര്യമായ ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതവുമാണ് വിശ്വാസം. ഇത് നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. ദൈവാവിഷ്കൃത സത്യം, ദ ഡോഗ്മാറ്റിക് റെവലേഷൻ. ദൈവാവിഷ്കൃത സത്യം, ദൈവം സഭയ്ക്ക് വിശുദ്ധരായ അപ്പസ്തോലന്മാരിലൂടെയും യേശുക്രിസ്തു തന്നെയും പരിശുദ്ധാത്മാവും യേശുക്രിസ്തുവും അപ്പസ്തോലന്മാർക്കും സഭയുടെ പിതാക്കന്മാർക്കും വെളിപ്പെടുത്തിക്കൊടുത്ത ദൈവാവിഷ്കൃത സത്യങ്ങളോടുള്ള അനുസരണം. അതേസമയം അനിവാര്യമായി ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായ മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതവുമാണ് വിശ്വാസം. അതാണ് നമ്മളീ പഠിക്കുന്നത് മുഴുവൻ. നമ്മളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു, ഒരു സംശയമില്ല. പക്ഷെ ആ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള നമ്മുടെ ലയനം എന്തുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായ ഒരു അനുഭവത്തിലേക്ക് വരുന്നില്ല? പൂർണ്ണമായ അനുഭവത്തിലേക്ക് വരാത്തതിൻ്റെ ഒരു കാരണം ആ ദൈവാവിഷ്കൃത സത്യങ്ങളെ നമ്മൾ പഠിക്കണം. അതെന്താണ്? ഇത് മുഴുവനും നമ്മൾ പഠിക്കണം. ഇത് ശരിക്കും ഞാൻ പറയാണ്, ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം, ദൈവമേ ഇത്ര മനോഹരമാണോ ഈ കത്തോലിക്ക വിശ്വാസം, അയ്യോ അത് വലിയ ആനന്ദമാണ്. അത് നമ്മൾ ആ ആനന്ദത്തിൽ വരുമ്പോൾ അത് നമ്മുടെ ആത്മാവിൽ നിന്ന് മറ്റുള്ളവരിലേക്കും നമ്മുടെ മക്കളിലേക്കും ലോകം മുഴുവനിലേക്കും താനേ പ്രസരിക്കും. ഒരു മുല്ലപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ വാസന അനുഭവപ്പെടുമെന്ന പോലെയാണ് ആ ക്രിസ്തുവിൻ്റെ പരിമളം നമ്മിലൂടെ പ്രസരിക്കും. അപ്പോൾ അതിന് അനിവാര്യമായ ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതമാണ് വിശ്വാസം. ഇവിടെയാണ് കോൺട്രവേഴ്സികൾക്ക് ഉണ്ടാവുന്നത്, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും. അപ്പോൾ എന്ത് വ്യാഖ്യാനമുണ്ടായാലും കത്തോലിക്കരായ നമ്മൾ എവിടേക്ക് തിരിയണം? ഇന്ന് ഇത്രയും വലിയ സമ്മാനം നമുക്കുള്ളത് മതബോധന ഗ്രന്ഥത്തിൽ സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിലേക്ക് തിരിയണം. വേറാരെയും പറയുന്നതോ പഠിപ്പിക്കുന്നതോ ആയാലും ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ പേജുകളിൽ വിഷയസൂചിക ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിലേക്ക് നോക്കുക. എന്തിനെക്കുറിച്ചാണ് നമുക്ക് സംശയം? ഉദാഹരണത്തിന് മാമോദീസ, എന്തിനാണ് ശിശു സ്നാനം? അപ്പോൾ ആ ശിശു സ്നാനത്തെക്കുറിച്ച് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ശിശു എന്ന് നോക്കണം. അവിടെ നോക്കുമ്പോൾ ശിശു സ്നാനത്തും ഏത് പാരഗ്രാഫിലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആ പാരഗ്രാഫിലേക്ക് പോയി വായിക്കുക. അങ്ങനെ എന്ത് കാര്യത്തിലാണോ സംശയം അതനുസരിച്ച് ഈ കാറ്റക്കിസത്തിൻ്റെ ഖണ്ഡികകളെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണം. സാധാരണ പിന്നെ ഇൻഡെക്സ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എന്നോട് നിങ്ങൾ ഇന്നത് എവിടെയാണ് എഴുതിയേക്കണമെന്ന് ചോദിച്ചാൽ മിക്കവാറും എനിക്ക് അതിൻ്റെ ഒരു ഉദ്ദേശം നമ്പർ പറയാൻ പറ്റും. ഇപ്പോൾ
പുനരുത്ഥാനത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് എവിടെയാണ് എഴുതിയേക്കണേ? 988 മുതലാണ്. അപ്പോൾ അവിടെ ഞാൻ ഓരോരോ ഖണ്ഡിക എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്. 1002 ഖണ്ഡികയിൽ പറയുന്നത് നമ്മൾ ഉയർക്കും, അവസാന ദിവസം നമ്മൾ ഉയർക്കും എന്നത് സത്യമാണ്. എങ്കിലും ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും പരിശുദ്ധാത്മാവിലുള്ള പങ്കാളിത്തത്തിലൂടെയും നമ്മൾ ഇപ്പോൾ തന്നെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതും സത്യമാണ് കേട്ടോ. 1002. അപ്പോൾ അങ്ങനെ ചില കണക്കുകളുണ്ട്. 1000 നമ്പർ 1000 എന്താ എഴുതി. അപ്പം ഇങ്ങനെ നമ്മളുടെ ഹൃദയത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ആവിഷ്കൃത സത്യങ്ങൾ നമ്മൾക്ക് പഠിക്കണം. പഠിച്ചിട്ട് അത് സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഇപ്പം തോമസ് പോൾ അങ്ങനെ പറഞ്ഞു എന്നല്ല വിശ്വസിക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 3 ഖണ്ഡികയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് വിശ്വസിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് കുറേ ആൾക്കാർ പല പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരും. അത് ഇനി അതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, കാരണം പൂർണ്ണമായവ വന്നിരിക്കുന്നു. പുസ്തകങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷേ അതിന് സഭയിൽ പുസ്തകങ്ങൾക്കൊരാധികാരികതയുണ്ട്. പുസ്തകങ്ങൾക്ക് ഇംപ്രിമാത്തൂർ എന്ന് പറയും. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സഭയുടെ പ്രബോധനമനുസരിച്ച് ശരിയാണോ എന്ന് പരിശോധിച്ച് സഭയുടെ ബിഷപ്പുമാരെ പോലെയുള്ള ബിഷപ്പുമാർക്കാണ് ഇംപ്രിമാത്തൂർ എന്ന് പറയും. ഔദ്യോഗികമായിട്ട് അതിന് സ്റ്റാമ്പ് അടിക്കും. അപ്പോഴാണ് ആ പുസ്തകത്തിൻ്റെ ഔദ്യോഗിക. ഇതുകൊണ്ട് ഈ മതബോധന ഗ്രന്ഥത്തിലും കാണും ഇംപ്രിമാത്തൂർ എന്നുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഇംപ്രിമാത്തൂറിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് സഭ തന്നെ ഔദ്യോഗികമായിട്ട് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ പേരിൽ. മറ്റ് പുസ്തകങ്ങൾക്ക് അപ്പോൾ അങ്ങനെ അല്ലാത്തത് നമ്മൾ വായിച്ചിട്ട് അത് മുഴുവനും തലയിൽ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ വേറെ ഇപ്പോൾ ഒന്നും വായിക്കുന്നില്ല. ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധനം, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, മാർപ്പാപ്പന്മാരുടെ ലേഖനങ്ങൾ, ഇത് തന്നെ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഞാനിത് പറയുന്നത് അനിവാര്യമായി ത്രിത്വൈക ദൈവത്തോടുള്ള അടുപ്പം, അതേസമയം അനിവാര്യമായി ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതമാണ് വിശ്വാസം. അപ്പോൾ അനിവാര്യമായി ദൈവാവിഷ്കൃത സത്യത്തിന് നമുക്ക് സമ്മതം നൽകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ അകത്ത് മറ്റ് പല പ്രബോധനങ്ങളും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെയാണ് വിശ്വാസത്തെ ജ്വലിപ്പിക്കേണ്ടത്. വിശ്വാസം ജ്വലിക്കണമെങ്കിൽ അത് പ്രബോധനം നമ്മളുടെ ഹൃദയത്തിൽ കിട്ടണം. അപ്പോൾ ആ പ്രബോധനം നമ്മൾ പഠിക്കണമെങ്കിൽ പഠിക്കുന്നതിനോടൊപ്പം മറ്റ് നമ്മൾ പഠിച്ച് നമ്മുടെ അകത്ത് കടന്നുകൂടാൻ സാധിച്ചിട്ടുള്ള മറ്റ് പ്രബോധനങ്ങളെ നമ്മൾ തിരസ്കരിക്കണം. സഭയുടെ യഥാർത്ഥ പ്രബോധനത്തിൽ നമ്മൾ സ്വതന്ത്ര സമ്മതമാണ് വിശ്വാസം. ഇനി തുടർന്ന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതമെന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം മനുഷ്യരിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വിഭിന്നമായിരിക്കുന്നു. എന്താണത്? ഒന്നുകൂടി. ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതമെന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം മനുഷ്യരിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വിഭിന്നമായിരിക്കുന്നു. അതാണ്. ഉണ്ടോ? ഇപ്പം തന്നെ നമ്മൾ പാടിയ സങ്കീർത്തനം എന്തായിരുന്നു? 62-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പാടിയില്ലേ? എന്താണ്? ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അതിനുശേഷം അപ്പം അതിൻ്റെ അവസാനം പറയുകയാണ്, ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ, അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ, അവിടെ നിന്നാണ് നമ്മുടെ സങ്കേതം. മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിലവർ പൊങ്ങിപ്പോകും, അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്.
കണ്ടോ, അതാണ് മർത്യൻ. മനുഷ്യരിൽ അല്ല നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതമെന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം, ശ്രദ്ധിക്കണേ, മനുഷ്യരിൽ നാം അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വിഭിന്നമായിരിക്കുന്നു. അതാണ്, മനുഷ്യരിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ നിന്നും വിഭിന്നമാണ്. ദൈവത്തിന് തന്നെ പൂർണ്ണമായി അർപ്പിക്കുകയും ഉണ്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം മാതാവിൽ നിന്ന് പഠിക്കണം. മാതാവ്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം, അങ്ങയുടെ വചനം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ മാത്രമായിട്ടുള്ളൊരു ആശ്രയം വിശ്വാസമാണ്. ദൈവത്തിന് തന്നെ പൂർണ്ണമായി അർപ്പിക്കുകയും അവിടുന്ന് അരുൾ ചെയ്യുന്ന കാര്യങ്ങളെ നിരുപാധികം വിശ്വസിക്കുകയും ചെയ്യുക നല്ലതും യുക്തവുമാണ്. അതുമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം വിശ്വാസം ഒരു സൃഷ്ടിയിൽ അർപ്പിച്ചാൽ അത് നിരർത്ഥകവും അബദ്ധപൂർണവുമായിരിക്കും. അതാണ്, ഇത്തരം വിശ്വാസം ഒരു സൃഷ്ടിയിൽ അർപ്പിച്ചാൽ അത് നിരർത്ഥകവും അബദ്ധപൂർണവുമായിരിക്കും. അതാണ് ജെറമിയ 17:56, സങ്കീർത്തനം ഇവിടെ 40:5, 146:3-4. ജെറമിയ 17:5-6 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ജെറമിയ 17:5-6 പറയുന്നത്? ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണവൻ. എങ്ങനെ? ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ. സങ്കീർത്തനം 1 പാടുന്നത് പോലെ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. അവന് ഋതുഭേദമുണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു സ്ഥലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആത്തുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തും ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. അതാണ് പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം. നമുക്കിവിടെ നിർത്തേണ്ടി വരികയാണ്. നമുക്കപ്പോൾ പ്രാർത്ഥിക്കാം, നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൻ്റെ തന്നെ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ മനസ്സിലായി. നമ്മൾ പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ വീരോചിതമായ ഒരു മോഡൽ. ജീവിതകാലം മുഴുവനും യേശു കുരിശിൽ ഭരിച്ചപ്പോൾ ഉണ്ടായ അവസാന പരീക്ഷണ ഘട്ടത്തിൽ, അതാണ് പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അതാണ് മാതാവിൻ്റെ വിശ്വാസം. അതോടൊപ്പം മാതാവിനെ സഭയുടെ അമ്മയായി നമുക്ക് നൽകിയിരിക്കുന്നു. സഭയുടെ അമ്മ, സഭ തന്നെ ഒരു അമ്മയാണ്. അങ്ങനെ സഭയുടെ അമ്മയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. അവൾ കന്യകയും അതേസമയം അമ്മയുമാണ്. അങ്ങനെ മാതാവിൽ സഭയുടെ തന്നെ ഒരു പ്രതീകം നമ്മൾ കാണുകയാണ്. കൂടാതെ സംശുദ്ധമായ, ഇക്കാരണത്താൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും സംശുദ്ധമായ സാക്ഷാത്കാരമായി മറിയത്തെ സഭ വണങ്ങുന്നു. അപ്പം മാതാവിൽ സഭയുടെ തന്നെ ഒരു മോഡൽ നമ്മൾ കാണുന്നു. ആ സഭയിൽ മാതാവാകുന്ന ഒരു വ്യക്തി തന്നെ കറയും ചുളുക്കുമില്ലാതെ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. സഭ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ അതേസമയം പൂർണ്ണത പ്രാപിക്കാനുള്ള അനേകം സഭാ മക്കളുണ്ട്. അവരുടെ വിശുദ്ധീകരണത്തിന് ആവശ്യമാണത്. പിന്നെ അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്? നമ്മൾ മനുഷ്യരിലോ മനുഷ്യശക്തികളിലോ പ്രകൃതി ശക്തികളിലോ ഒന്നുമല്ല വിശ്വാസം അർപ്പിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പമാണ്. അതുകൂടാതെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാതലായ ശക്തിക്ക് അനിവാര്യമായിരിക്കുന്നത് ദൈവാവിഷ്കൃത സത്യത്തിൽ മുഴുവനും മനുഷ്യൻ നൽകുന്ന സ്വതന്ത്രമായ സമ്മതമാണ്. ദൈവാവിഷ്കൃത സത്യം അത് പ്രബോധനത്തിലൂടെയാണ്.
അങ്ങനെ ദൈവത്തോട് വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിൽ നമ്മൾ ക്രിസ്തീയ വിശ്വാസം മനുഷ്യരിൽ സമർപ്പിക്കേണ്ട വിശ്വാസമല്ല, ദൈവത്തിന് സമർപ്പിക്കേണ്ട വിശ്വാസമാണ്. ദൈവത്തിൽ തന്നെ പൂർണ്ണമായി അർപ്പിക്കണം. ദൈവത്തിൽ മാത്രം അർപ്പിക്കുന്ന ഒരു വ്യക്തി ആറ്റുനീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതാണ് സങ്കീർത്തനം 1 പറയുന്നത്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ ആ വലിയ തീർത്ഥയാത്രയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ദൈവത്തിൽ വിശ്വസിക്കുക. ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുത്രൻ തമ്പുരാനിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. അങ്ങനെ നമ്മൾ വിശ്വാസ പ്രമാണത്തിലേക്ക് സാവധാനം പ്രവേശിക്കാൻ പോവുകയാണ്. വരുവിൻ നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.